യെസ് ഹേ ഹലോ വെൽക്കം. നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് CBSE ക്ലാസ് 10 എജുപോർട്ട് പുതിയതായിട്ട് ലോഞ്ച് ചെയ്യുന്നത് ഫാസ്റ്റ് ട്രാക്ക് ബാച്ച്. യെസ്, കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ദിസ് ഇസ് ഫാസ്റ്റ് ട്രാക്ക്. നിങ്ങൾക്കറിയാം പബ്ലിക് എക്സാം നമ്മളിങ്ങനെ ഫെബ്രുവരിയിൽ കാത്തിരിക്കുന്ന സമയത്ത് നമുക്ക് പഠിക്കണ്ടേ, നമുക്ക് 95+% വേണ്ടേ, പക്ഷെ നമുക്ക് ഇപ്പോഴും ഒരുപാട് ബാക്ക്ലോഗ്സ് ഇല്ലേ, ഒരുപാട് ചാപ്റ്റേഴ്സ് പഠിച്ചെടുക്കാനില്ലേ, എക്സാമിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യണ്ടേ. അങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണ്ടി മാത്രം എജുപോർട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ബാച്ചാണ് നമ്മളുടെ ഫാസ്റ്റ് ട്രാക്ക് ബാച്ച്. അപ്പം നിങ്ങൾ വിചാരിക്കും എന്താണ് ഈ ഫാസ്റ്റ് ട്രാക്ക് ബാച്ച്, എന്താണ് നിങ്ങൾക്ക് ഇതിനെ കൊണ്ടുള്ള ഒരു ഗുണം, എങ്ങനെയാണ് നിങ്ങൾ ഫാസ്റ്റ് ട്രാക്ക് ബാച്ചിൽ പഠിക്കുക, ഫാസ്റ്റ് ട്രാക്ക് ബാച്ചിൽ പഠിച്ചു എന്ന് വെച്ചിട്ട് എങ്ങനെയാണ് നിങ്ങളുടെ ബാക്ക്ലോഗ്സ് കവർ ചെയ്യുക, ഇതാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. ലിസൺ അപ്പ്. യെസ്, ദിസ് ഇസ് ദ ഹൈലൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഞങ്ങൾ നിങ്ങൾക്ക് ഫാസ്റ്റ് ട്രാക്ക് ബാച്ചിൽ ഉറപ്പ് തരാൻ പോകുന്നത്. ലുക്ക് അറ്റ് ഹിയർ. ഡെയിലി ഷെഡ്യൂൾ ഓഫ് റെക്കോർഡഡ് ക്ലാസ്സസ്. നിങ്ങൾക്ക് ഇപ്പം ഇല്ലാത്തൊരു സാധനം അതാണ് ഡെയിലി ഷെഡ്യൂൾ. ദിവസം നിങ്ങൾക്കൊരു ഷെഡ്യൂൾ ഇട്ട് തരാൻ ഒരാളില്ല. നിങ്ങളുടെ ചാപ്റ്റേഴ്സ് എങ്ങനെ കവർ ചെയ്യണം, ഇതിനെ എങ്ങനെ ഞാൻ ഇത്രയും ദിവസത്തിനുള്ളിൽ ഞാനിത് കവർ ചെയ്തിട്ട് ഒരു കറക്റ്റ് ഷെഡ്യൂളിൽ ഞാനിത് പഠിച്ചു പോകും, ഇത് പറഞ്ഞുതരാൻ നിങ്ങൾക്കിപ്പം നിലവിലൊരാളില്ല. ആ ആൾ ഞങ്ങളാണ്. യെസ്, നമ്മളുടെ എജുപോർട്ട് ആപ്പിൽ നിങ്ങൾക്ക് ഡെയിലി നിങ്ങൾക്ക് റെക്കോർഡഡ് ക്ലാസ്സസ് പ്ലസ് അതിൻ്റെ കൂടെ അതിൻ്റെ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഡെയിലി സ്കെഡ്യൂൾസ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ടാവും, ഓരോ ദിവസവും ഞങ്ങളുടെ ആപ്പിൽ നിങ്ങൾക്ക് പബ്ലിഷ് ചെയ്ത് തരുന്നുണ്ടാവും. നിങ്ങൾ ആ ഷെഡ്യൂൾ അനുസരിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, നിങ്ങൾ ഓരോ ചാപ്റ്റേഴ്സും കവർ ചെയ്ത് പോകുന്നത്. ക്ലിയർ ആണോ? നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഇൻ ആപ്പ് PYQ ആൻഡ് സ്റ്റഡി മെറ്റീരിയൽസ്. ആപ്പിൽ തന്നെ നിങ്ങൾക്ക് ഇതുവരെയുള്ള PYQs പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വിത്ത് സൊല്യൂഷൻസ്, അതേപോലെ തന്നെ ഒരുപാട് സ്റ്റഡി മെറ്റീരിയൽസും നമ്മൾ ആപ്പിൽ തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ലൈവ് ഇൻട്രാക്റ്റീവ് സെഷൻസ്, അതായത് റെക്കോർഡഡ് ക്ലാസ്സസ് മാത്രമല്ല, നമ്മളുടെ ടീച്ചേഴ്സുമായിട്ട് നിങ്ങളുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ, നിങ്ങൾക്ക് കൺസെപ്റ്റുകൾ ഒന്നും കൂടെ നന്നായിട്ട് പറഞ്ഞുതരാൻ വേണ്ടിയിട്ട് ടീച്ചേഴ്സുമായിട്ടുള്ള ലൈവായിട്ടുള്ള ഇന്ററാക്റ്റീവ് ലൈവ് ക്ലാസ്സസും കൂടെ നമ്മൾ ഇതിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് അഡാപ്റ്റ് ടെക്നോളജി, നമ്മളുടെ ആപ്പിന്റെ ഏറ്റവും എക്സ്ക്ലൂസീവ് ഫീച്ചറാണ് നമ്മളുടെ അഡാപ്റ്റ് ടെക്നോളജി വെച്ചിട്ടാണ് നമ്മൾ ഈ ആപ്പിലുള്ള കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതായത് നമ്മൾ നിങ്ങൾക്ക് ഓരോ ടോപ്പിക് കഴിയുന്ന സമയത്ത് നിങ്ങൾക്ക് അഡാപ്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനുണ്ടാവുക. അതായത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, നിങ്ങളിപ്പോൾ മാത്സിൽ ഒരു പ്രോബ്ലം ചെയ്യാൻ, അപ്പോൾ ആ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയില്ല, അപ്പം നിങ്ങൾ ഓട്ടോമാറ്റിക്കലി എന്ത് ചിന്തിക്കും, നിങ്ങൾ സൊല്യൂഷനൊക്കെ നോക്കിയിട്ട് ഇത് പഠിക്കും. അപ്പം നിങ്ങൾ വിചാരിക്കും ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ജസ്റ്റ് വാല്യൂ മാറ്റിയിട്ട് കിട്ടിയിരുന്നെങ്കിൽ എന്ത് അടിപൊളിയായേനെ എന്ന് വിചാരിക്കൂലേ. അത് ഞങ്ങൾക്കറിയാം, അതുകൊണ്ടാണ് ഞങ്ങൾ അഡാപ്റ്റ് കൊണ്ടുവന്നത്. സോ നമ്മുടെ അഡാപ്റ്റ് ടെക്നോളജിയിൽ നിങ്ങളൊരു ക്വസ്റ്റ്യൻ ചെയ്യുന്നു, ആ ക്വസ്റ്റ്യൻ നിങ്ങളോട് തെറ്റിക്കഴിഞ്ഞാൽ അതേ കോൺസെപ്റ്റിൽ ജസ്റ്റ് വാല്യൂസോ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു കാര്യം മാത്രം ചേഞ്ച് ചെയ്ത് സെയിം ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് നിങ്ങളെ കൊണ്ട് വീണ്ടും ചെയ്യിക്കുക. അതായത് നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ പോലും നന്നായിട്ട് അറിയാണ്ട് ചെയ്യാണ്ട് നിങ്ങൾ എന്ത് ചെയ്യില്ല, നെക്സ്റ്റിലേക്ക് പോവില്ല. ഒരു ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ അത് നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ടാവും, പഠിച്ചതിന് ശേഷമേ നിങ്ങൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് മൂവ് ഔട്ട് ചെയ്യുള്ളൂ. അതാണ് ഞങ്ങളുടെ അഡാപ്റ്റ് ടെക്നോളജി. ദെൻ വി ഹാവ് AI ഇൻറ്റഗ്രേറ്റഡ് സെൽഫ് അനാലിസിസ്. അതായത് നമ്മളുടെ ആപ്പിൽ നിങ്ങളുടെ പോർഷൻസ് എവിടെ എത്തി, നിങ്ങൾ പഠിക്കുന്നുണ്ടോ, മറ്റുള്ള കുട്ടികൾ പഠിക്കുന്നതിനനുസരിച്ച് നിങ്ങൾ എത്രത്തോളം എഫേർട്ട് ഇടുന്നുണ്ട് എന്നുള്ളൊരു എഫേർട്ട് ഇൻഡെക്സ് മുതൽ, നിങ്ങളുടെ സിലബസ് ട്രാക്കർ മുതൽ, നിങ്ങൾ ഒരു സെൽഫ് അനാലിസിസ്, നിങ്ങൾ ഏത് സബ്ജക്ട്സിലാണ് നിങ്ങൾ ടോപ്പ് ആയിട്ടുള്ളത്, ഏത് സബ്ജക്ട്സിലാണ് നിങ്ങൾ വീക്ക് ആയിട്ടുള്ളത്, ഏത് സബ്ജക്ട്സിലാണ് നിങ്ങൾക്ക് കൂടുതൽ സമയം ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, ഏത് സബ്ജക്ട്സാണ് നിങ്ങൾ കുറച്ചും കൂടെ സമയം എടുത്ത് പഠിക്കേണ്ടത്. ഒരു എക്സാം വരുന്ന സമയത്ത് നിങ്ങൾ ഏതൊക്കെ പോർഷൻസ് ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, ഇനി ഏതൊക്കെ പെൻഡിങ് ഉണ്ട്, എല്ലാം ഞങ്ങളുടെ ആപ്പ് നിങ്ങൾക്ക് അങ്ങോട്ട് പറഞ്ഞുതരും. അപ്പോൾ ഇത്രയും അടിപൊളിയാക്കിയിട്ട്, വളരെ അടിപൊളിയാക്കി ടെക്നോളജി വൈസ് നമ്മൾ അത്രയും അഡ്വാൻസ് ചെയ്തിട്ട് നിങ്ങളുടെ കൺവീനിയൻസിന് വേണ്ടി മാത്രം സെറ്റ് ചെയ്തിട്ടുള്ളതാണ് നമ്മളുടെ എജുപോർട്ട് ആപ്പ്. ഓക്കെ, സോ ഇതെല്ലാം നമ്മളുടെ ഫാസ്റ്റ് ട്രാക്ക് ബാച്ചിൽ നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി പറ്റും. റെഡി? ആൻഡ് ഇവിടെ നമ്മളിത് ഉപയോഗിക്കുന്ന സമയത്ത്, അതായത് ആപ്പിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന നമ്മളുടെ പ്ലാൻ എന്താണ്, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു ബാക്ക്ലോഗ്സ് ഉണ്ട്, ഇത് കവറപ്പ് ചെയ്യണം. അപ്പോൾ ഈ ബാക്ക്ലോഗ്സ് എങ്ങനെ കവറപ്പ് ചെയ്യാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ പബ്ലിക് എക്സാം വരെയുള്ള പ്ലാൻ എന്താണ്, വാട്ട് യു ഗെറ്റ് ഫ്രം അവർ ഫാസ്റ്റ് ട്രാക്ക് ബാച്ച്. റെഡി? സോ ഈ പ്ലാനിൽ ആദ്യം നമ്മളുടെ ബാച്ച് ലോഞ്ച് ചെയ്യുന്നത് August 20 ഓഗസ്റ്റ് 20 നമ്മളുടെ ആപ്പ് ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ August 20 മുതൽ November 30 വരെ ഞങ്ങൾ ആദ്യത്തെ മിഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ പോർഷൻസ് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങളുടെ കംപ്ലീറ്റ് പോർഷൻസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, കവർ ചെയ്യുന്നുണ്ടാവും. അതായത് November 30 നമ്മൾ എല്ലാ ചാപ്റ്റേഴ്സും കണ്ടു തീർക്കും, നമ്മൾ എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ടാവും. ഈ ചാപ്റ്റേഴ്സ് കണ്ടു തീർക്കുക, പോർഷൻസ് കംപ്ലീറ്റ് ചെയ്യാമെന്ന് ഞാൻ പറയുന്ന സമയത്ത് നിങ്ങൾ ഒരു ചാപ്റ്റർ പഠിക്കും,
ഓക്കെ, റെക്കോർഡഡ് ക്ലാസ്സസ് നിങ്ങൾ കാണും. ആ ചാപ്റ്ററിന്റെ കൂടെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ടാവും, അതിന്റെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് പഠിക്കുന്നുണ്ടാകും. ആപ്പിൽ തന്നെ ക്വസ്റ്റ്യൻസ് ഉണ്ട്, നിങ്ങൾ ആപ്പിൽ തന്നെ ക്വസ്റ്റ്യൻസ് എല്ലാം പ്രാക്ടീസ് ചെയ്ത് പഠിച്ചു കഴിയുന്നു. ഇതിന് ശേഷം നിങ്ങൾക്ക് എന്തുണ്ടാകും, ഒരു ലൈവ് സെഷൻ ഉണ്ടാകും. ഈ പെർട്ടിക്കുലർ ചാപ്റ്ററിന്റെ ഒരു ലൈവ് സെഷൻ നിങ്ങൾക്ക് ഉണ്ടാകും. പ്ലസ് അതിൻ്റെ ഒരു എക്സാമും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, അറ്റൻഡ് ചെയ്യുന്നുണ്ടാവും. ഈ എക്സാം എന്ന് പറയുന്നത് MCQ മോഡാണ്. ഓക്കെ, ഇതെല്ലാം നമ്മൾ ആപ്പിൽ ചെയ്യുന്ന കാര്യങ്ങളാണ് കേട്ടോ. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ November 30th വരെ കംപ്ലീറ്റ് പോർഷൻസ് നമ്മൾ കവർ ചെയ്യും. കംപ്ലീറ്റ് പോർഷൻസ്, ഇതിന്റെ സാമ്പിൾ ഷെഡ്യൂൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, ആൻഡ് നവംബർ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഡിസംബറിൽ നമ്മൾക്ക് റിവിഷൻ ടൈമാണ്. ഡിസംബറിൽ നമുക്ക് റിവിഷൻ ടൈമാണ്. അപ്പോൾ ഈ റിവിഷൻ ടൈമിൽ നമ്മൾ ചെയ്യുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നിങ്ങൾക്ക് റെക്കോർഡഡ് ക്ലാസ്സസ് ഷെഡ്യൂൾ തരില്ല. പക്ഷേ ഇൻ കേസ് നിങ്ങൾക്ക് ഏതെങ്കിലും എടുത്ത് കാണണം എന്നുണ്ടെങ്കിൽ ആപ്പിൽ ക്ലാസ്സസ് ഉണ്ടാവും, യു ക്യാൻ വാച്ച് ഇറ്റ്. ഓക്കെ, നമ്മളിവിടെ ഷെഡ്യൂളായിട്ട് നിങ്ങൾക്ക് ഉണ്ടാവാന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈവ് സെഷൻസ് ആണ് മെയിനായിട്ട്. ലൈവ് സെഷൻസ് ആയിരിക്കും. ഈ ലൈവ് സെഷൻസ് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ലൈവ് നടക്കുന്നതിന് ഇപ്പോൾ ഫിസിക്സിൽ ടോട്ടൽ 4 ചാപ്റ്റേഴ്സ് ഉണ്ട്. ഇതിൽ 2 ചാപ്റ്റർ ഒരുമിച്ചായിരിക്കും നമ്മൾ റിവിഷൻ ടൈമിൽ ലൈവ് സെഷൻ വെക്കുക. അപ്പോൾ ഈ 2 ചാപ്റ്ററിൻ്റെയും എന്ത് നിങ്ങൾക്ക് തരുന്നുണ്ടാവും, DPP, അതായത് ഒരു ഡെയിലി പ്രാക്ടീസ് പേപ്പർ നിങ്ങൾക്ക് ഉണ്ടാവും ഡിസംബറിൽ. അതായത് നമ്മൾ നിങ്ങൾക്ക് ഒരു അത്യാവശ്യം നല്ല ക്വസ്റ്റ്യൻസ്, നല്ല അഡ്വാൻസ്ഡ് ക്വസ്റ്റ്യൻസ് അടങ്ങിയിട്ടുള്ള ഒരു DPP നിങ്ങൾക്ക് തലേന്ന്, ഇപ്പം നാളെ രാത്രിയാണ് ലൈവ് എങ്കിൽ ഇന്ന് നമ്മൾ എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പർ സെൻഡ് ചെയ്ത് തരും. ഓക്കെ, നിങ്ങൾ അതിരുന്ന് വർക്ക്ഔട്ട് ചെയ്ത് പഠിച്ചതിന് ശേഷമാണ് നിങ്ങൾ ലൈവ് സെഷനിലേക്ക് വരുന്നത്. ഈ ലൈവ് സെഷനിൽ നിങ്ങളുടെ ഈ DPP എന്ത് ചെയ്യുന്നുണ്ടാവും, ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഫാക്കൽറ്റീസിനോട് ക്ലിയറും ചെയ്യാവുന്നതാണ്. ഓക്കെ, അങ്ങനെ നമ്മൾ 1 വീക്കിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ചാപ്റ്റേഴ്സ് ഉണ്ടാവും. ഈ 1 വീക്കിൽ കംപ്ലീറ്റ് ചെയ്ത ചാപ്റ്റേഴ്സിൻ്റെ എക്സാം നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ടാവും, ആ പെർട്ടിക്കുലർ വീക്കെൻഡിൽ നമ്മൾ കണ്ടക്ട് ചെയ്യും. ഓക്കെ, ഈ എക്സാം എന്ന് പറയുന്നത് ഡിസ്ക്രിപ്റ്റീവ് മോഡ് എക്സാം ആയിരിക്കും. അതായത് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ PDF നിങ്ങൾ തരും. നിങ്ങൾ വീട്ടിൽ എന്ത് ചെയ്തിട്ടുണ്ടാവണം, ഒരു എക്സാം ഹോൾ സെറ്റപ്പ് ഉണ്ടാക്കണം. ഓക്കെ, സോ നിങ്ങൾ ഏത് സമയത്താണ് എക്സാം അറ്റൻഡ് ചെയ്യുന്നത് എന്നുള്ളത് ആസ് യു വിഷ്. ലൈക്ക് ഒരു രാത്രി 7 to 8, 9, 10:30ക്കാണ് നിങ്ങൾ വിചാരിക്കുന്നതെന്നുണ്ടെങ്കിൽ വീട്ടിൽ ഒരു എക്സാം സെറ്റപ്പ് ചെയ്യാം. കാരണം ഈ സമയത്ത് നമുക്ക് പഠിക്കാനുള്ള സമയമല്ല, നമുക്ക് പഠിക്കാനുള്ള സമയം നവംബറിൽ കഴിഞ്ഞു. ഇത് റിവിഷൻ മോഡാണ്. റിവിഷൻ കഴിഞ്ഞ് നമ്മൾ ടെസ്റ്റ് ഒക്കെ എഴുതി ആ ഒരു പ്രാക്ടീസിങ്ങിന് സമയമാണ് നമുക്ക് ഡിസംബർ എന്ന് പറയുന്നത്. അപ്പോൾ ആ സമയത്തേക്ക് ഞങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, ആ ലെവലിലേക്ക് നിങ്ങൾ എക്യുപ്പ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഡിസ്ക്രിപ്റ്റീവ് മോഡൽ, അതായത് ആ വീക്കിൽ നമ്മൾ ഏതൊക്കെ ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട് അത് വെച്ചിട്ട് ഒരു കംപ്ലീറ്റ് നിങ്ങളുടെ CBSE മോഡ് ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക, നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വീക്കെൻഡ്സിൽ തരുന്നുണ്ടാവുക. ഓക്കെ, സോ ആ ഒരു പെർട്ടിക്കുലർ എക്സാമും എന്ത് ചെയ്യുന്നുണ്ടാവും, പെർട്ടിക്കുലർ വീക്കെൻഡ്സിലായിട്ട് നമ്മളിത് നടക്കുന്നുണ്ടാവും. ഇങ്ങനെ നമ്മൾ ഡിസംബറിൽ ഈ ഒരു റിവിഷൻ മോഡ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരെ പോകുന്നത് ജാനുവരിയിലേക്കാണ്. ജാനുവരി എന്ന് പറയുമ്പം നിങ്ങളുടെ പ്രീ ബോർഡ്സ്, സ്കൂൾസിലൊക്കെ പ്രീ ബോർഡ്സ് നടക്കുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ ജാനുവരിയിൽ നമ്മൾ വെക്കുക. ഇപ്പോൾ വീക്കിലി ഒരു ലൈവ് സെഷൻ ആയിരിക്കും, അതായത് സബ്ജക്റ്റ് ലൈവുകൾ ഉണ്ടാവും. ഇപ്പോൾ ടീച്ചേഴ്സ് നിങ്ങൾക്ക് എല്ലാ ചാപ്റ്ററും ഒന്ന് കൺക്ലൂഡ് ചെയ്ത് പറഞ്ഞു തരുന്ന രീതിയിലുള്ള സബ്ജക്റ്റ് ലൈവുകൾ ഉണ്ടാവും. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ ക്യുമുലേറ്റീവ് ടെസ്റ്റുകൾ നടത്തും. ക്യുമുലേറ്റീവ് ടെസ്റ്റുകൾ അതായത് ഫിസിക്സിൻ്റെ ടെസ്റ്റുകൾ, കെമിസ്ട്രിയുടെ ടെസ്റ്റുകൾ, സയൻസിൻ്റെ മൊത്തത്തിലുള്ള ടെസ്റ്റ്, അതേപോലെ മാത്സിൻ്റെ മൊത്തത്തിലുള്ള ടെസ്റ്റ്, ഇതെല്ലാം ഡിസ്ക്രിപ്റ്റീവ് മോഡായിരിക്കും കേട്ടോ. നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഫാസ്റ്റ് ട്രാക്ക് ബാച്ച് കഴിഞ്ഞ് നിങ്ങൾ പബ്ലിക് എക്സാം എത്തുന്നതിന് തൊട്ട് മുന്നായിട്ട് നിങ്ങളുടെ കയ്യിൽ കൊട്ടക്കണക്കിന് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ടാവും. അത്രയും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, നിങ്ങൾക്ക് എക്സാംസ് തരുന്നുണ്ടാവും ഈ ഒരു സമയം കൊണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റൈറ്റിംഗ് പ്രാക്ടീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ എക്സാം എഴുതിയിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, അത് പ്രാക്ടീസ് ചെയ്ത് എടുക്കേണ്ടി വരും. സോ ദാറ്റ്സ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ മെയിനായിട്ട് നമ്മൾ ജാനുവരിയിൽ ഫോക്കസ് ചെയ്യുന്നുണ്ടാവുക ക്യുമുലേറ്റീവ് ടെസ്റ്റുകളായിരിക്കും. ഇത് കഴിഞ്ഞ് നമ്മൾ നേരെ പോകുന്നത് നമ്മളുടെ പബ്ലിക് എക്സാമിലേക്കാണ്. അപ്പോൾ ഇവിടെ ജസ്റ്റ് ഞാൻ എന്ത് ചെയ്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയൊരു സാമ്പിൾ ഷെഡ്യൂളാണ് കേട്ടോ. അതായത് 1 വീക്കിലേക്ക് നമ്മൾ ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ 11th ഓഗസ്റ്റ് ഇതൊരു സാമ്പിൾ ഷെഡ്യൂൾ ഇട്ടതാണ്. 11th, 12th, 13, 14, 15, 16 1 വീക്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം നിങ്ങൾ നോക്കിക്കേ 3 ചാപ്റ്റേഴ്സ്, 3.5 ചാപ്റ്റേഴ്സ് നമ്മൾ ഏകദേശം എന്ത് ചെയ്യുന്നുണ്ടാവും 1 വീക്കിൽ നമ്മൾ കവർ ചെയ്യുന്നുണ്ടാവും. ഇതൊക്കെ നമ്മൾ തരുന്നത് ഏകദേശം ഒരു 1 hour ടൈം ആയിരിക്കും കേട്ടോ. അതായത് 1 hour റെക്കോർഡഡ് സെഷൻസ് വെച്ചിട്ടാണ് ഈ പറഞ്ഞ ഷെഡ്യൂൾ. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ദിവസം ഒരു 1 to 1.5 hour റെക്കോർഡഡ് ക്ലാസ്സസ് ആണ് നിങ്ങൾക്ക് ഒരു ദിവസം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക, ഷെഡ്യൂൾ ചെയ്യുന്നുണ്ടാവുക. സോ അതായത് ഇപ്പം 2 days നമ്മൾ മാത്സിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ തീർക്കും, 2 days നമ്മൾ കെമിസ്ട്രിയുടെ ഫസ്റ്റ് ചാപ്റ്റർ തീർക്കും, ഒരു ഡേ നമ്മൾ ബയോളജിയുടെ ഫസ്റ്റ് ചാപ്റ്റർ തീർക്കും, പിന്നെ അര ഫിസിക്സ് ചാപ്റ്റർ നമ്മൾ ഒരു ദിവസം തീർക്കും. ആ രീതിയിൽ നമുക്ക് വീക്കിലി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കംപ്ലീറ്റ് ഷെഡ്യൂൾ ചെയ്തിട്ട് November 30th കൂടി നമ്മളുടെ കംപ്ലീറ്റ് പോർഷൻസ് എന്ത് ചെയ്തിട്ടുണ്ടാവും, നമ്മൾ അവിടെ കവറപ്പ് ചെയ്ത് തീർന്നിട്ടുണ്ടാവും. ഓക്കെ, ഇങ്ങനെയാണ് നമ്മളുടെ ഷെഡ്യൂൾ പോകുന്നത്. ക്ലിയർ? ആൻഡ് ഇതിന് പിന്നിൽ നമുക്കൊരു അടിപൊളി ടീമുണ്ട്. നിങ്ങൾ
അതായത് നമ്മളുടെ കേരളത്തിൽ വെച്ചിട്ട് ദ ബെസ്റ്റ് ഫാക്കൽറ്റീസ്, ബെസ്റ്റ് ഇൻ ഇൻഡസ്ട്രി ഫാക്കൽറ്റീസ് ആണ് നിങ്ങൾക്ക് ക്ലാസ്സസ് എടുക്കാൻ പോകുന്നത്. ഈവൻ ഞങ്ങളുടെ ഓൾറെഡി ഉള്ള കുട്ടികൾ ആണെന്നുണ്ടെങ്കിലും, ഞങ്ങളുടെ പഠിച്ചു പോയി കഴിഞ്ഞ കുട്ടികളാണെന്നുണ്ടെങ്കിലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചോദിച്ചാൽ മതി നമ്മളുടെ ആപ്പിലെ ക്ലാസ്സസിനെ കുറിച്ച്. അത്രയും കിടിലൻ ക്വാളിറ്റി ക്ലാസ്സസ് ഞാൻ എഴുതി ഒപ്പിട്ട് തരാം. ഇത്രയും അടിപൊളി ക്വാളിറ്റി ക്ലാസ്സസ് നിങ്ങൾക്ക് കേരളത്തിൽ എവിടെയും കിട്ടില്ല. അത്രയും അടിപൊളിയായിട്ടാണ് നമ്മൾ ആപ്പിലെ ക്ലാസ്സസ് സെറ്റ് ചെയ്തിട്ടുള്ളത്. കോൺസെപ്റ്റ് ഒക്കെ നിങ്ങൾക്ക് പക്ക ക്ലിയർ ആക്കിയിട്ട് നമ്മൾ തരുന്നുണ്ടാവും. സോ ആ രീതിയിലാണ് നമ്മുടെ ആപ്പിലെ ക്ലാസ്സസ് ഉണ്ടാവുക. സോ ഇതിന് പിന്നിൽ നമുക്കൊരു അടിപൊളി ടീമുണ്ട്. ആ ടീമിനെയും കൂടെ ഞാനൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാം. ഫിസിക്സിന് ഒന്ന് ഞാനാണ്. ഓക്കെ, ആൻഡ് വി ഹാവ് ആർ ഇമാനുവൽ സാറും ഞാനും കൂടിയായിരിക്കും ഫിസിക്സ് എടുക്കുന്നുണ്ടാവുക. ആൻഡ് ബയോളജിയിൽ നമുക്ക് വരുന്നത് നമ്മുടെ ശ്രുതി മാം ഉണ്ട് വിത്ത് ഹലീബി മാം അടിപൊളി. നിങ്ങൾ ലൈവ് സെഷൻസ് ഒക്കെ കണ്ടിട്ടുണ്ടാവും. സോ ഇതാണ് നമ്മളുടെ ബയോളജി ടീം വരുന്നത്. ആൻഡ് വി ഹാവ് ടീം മാത്സ് എന്ന് പറയാനില്ല, മാത്സിന് ഒറ്റയാനാണല്ലേ നമ്മളുടെ സ്വന്തം അജാസ് സാർ ആയിരിക്കും നിങ്ങൾക്ക് മാത്സ് ഡീൽ ചെയ്യുന്നുണ്ടാവുക. ആൻഡ് വി ഹാവ് കെമിസ്ട്രിയിൽ നിങ്ങളുടെ സ്വന്തം, നിങ്ങളുടെ ഫേവറേറ്റ് റിജു സാറാണ് നമ്മളുടെ കെമിസ്ട്രി ക്ലാസ്സസ് നിങ്ങൾക്ക് വേണ്ടി എടുക്കുന്നുണ്ടാവുക. ഇനി ഒരു സബ്ജക്റ്റും കൂടെ ഉണ്ട്, നമ്മളുടെ സോഷ്യൽ സയൻസ് നിങ്ങൾക്ക് വരുന്നുണ്ടാവുക. നമ്മളുടെ ടീം ഓഫ് 3 ആണ്. അതായത് നമ്മുടെ നാഫി സർ, ഐഷ മിസ് ആൻഡ് നിഹാൽ സർ. ഇവർ 3 പേരും കൂടിയിട്ടാണ് നമ്മളുടെ സോഷ്യൽ ഡീൽ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഇതാണ് നമ്മളുടെ ഒരു ടോട്ടൽ ഓവറോൾ എജു പോർട്ടലിൻ്റെ ക്ലാസ് 10 CBSE ഫാസ്റ്റ് ട്രാക്ക് ബാച്ചിൻ്റെ ഒരു ഐഡിയ എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ തോന്നുകയാണ് ഇത് കൊള്ളാലോ, ഈ ബാച്ചിലൊന്ന് കയറി നോക്കിയാലോ എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ വി ഹാവ് എ ലിങ്ക് ബിലോ. അതൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി, നേരെ നമ്മളടുത്തേക്ക് വരാം. മക്കളെ നിങ്ങളെ പബ്ലിക് എക്സാമിന് വേണ്ടിയിട്ട് ഞങ്ങൾ സെറ്റാക്കി കയ്യിൽ തന്നിരിക്കും. ഓക്കെ, സോ ഇതാണ് ഞങ്ങളുടെ ഒരു മിഷൻ. ഞങ്ങളുടെ ഒരു മിഷനാണത്. അത്രയും അടിപൊളി കുട്ടികളെ നമ്മൾ പുറത്തേക്ക് വിടുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ഒരു ഉദ്ദേശം. സോ ഇഫ് യു want to join, just click the link below. Enquiries എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒക്കെ താഴത്തെ ലിങ്ക് എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ആൻഡ് പോരാ, നിങ്ങളുടെ ഫ്രണ്ട്സിന്, അതായത് നിങ്ങൾക്ക് തോന്നുകയാണ് ഇതെൻ്റെ ഫ്രണ്ടിന് പറ്റുമല്ലോ എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അവനും കൂടെ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ അവൾക്കും കൂടെ എന്ത് ചെയ്യണം, ഈ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, വീഡിയോയുടെ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനലിൽ ഒരുപാട് ലൈവ് സെഷൻസും ഒരുപാട് കണ്ടന്റ്സും നിങ്ങൾക്ക് വേണ്ടി വരുന്നുണ്ട്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോട്ടോ. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ഇറ്റ്. താങ്ക് യു സോ മച്ച്. ബൈ ബൈ.